നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കളുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. പക്ഷെ അവരെത്ര പേരുണ്ടെങ്കിലും അവരോടൊന്നും ഈ ഒരു ദുരന്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒന്നും പറയാനില്ല. കാരണം അവരോട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഈ നാടിനും നാട്ടാർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അവരോടൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊരാളോടാണ്. ആദ്യം നമുക്ക് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ തന്നെ എടുക്കാം. പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. 2016 മുതൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അവർകൾ പിണറായി വിജയനാണ്. പിന്നെ പ്രത്യേകിച്ച് പേരൊന്നും ഓർമ്മയില്ലാത്ത കുറേ മന്ത്രിമാരുണ്ട്. അങ്ങനെ പറയാൻ കാരണം എൻ്റെയൊക്കെ സ്കൂൾ പഠനകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിയുടെ പേര് ഏത് ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും അന്നത്തെ കാലത്തെ ആ തലമുറക്ക് പറയാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അത് തലമുറയുടെ ദോഷമോ ഗുണമോ കൊണ്ടല്ല, ആ മന്ത്രിമാരുടെ പ്രതിഭ കൊണ്ടാണ്. ഇന്നും നമുക്ക് ഇത്രയും വർഷത്തിനിപ്പുറം 40-40 വർഷത്തിനിപ്പുറവും അന്നത്തെ ആ മന്ത്രിമാരുടെയൊക്കെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് CPIയുടെ നേതാവായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം മാവേലി മന്ത്രി എന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇന്ന് പിണറായി വിജയൻ്റെ സർക്കാർ അടച്ചുപൂട്ടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മാവേലി സ്റ്റോറുകളും ശബരി സൂപ്പർ മാർക്കറ്റുകളുമൊക്കെ CPIയുടെ നേതാവായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ EK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. കോൺഗ്രസിലേക്ക് പോയാൽ K കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി അവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു. പിന്നെ CPMനകത്ത് തന്നെ ഒട്ടേറെ ആളുകളുണ്ട്. CPIയിലുണ്ട്. വിഷയം അതല്ലാത്തത് കൊണ്ട് അവരുടെ ഒന്നും പേരുകൾ ഇപ്പോൾ പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. ചന്ദ്രശേഖരൻ നായർ എനിക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നായരുടെ പേര് ഞാനിവിടെ പറയാൻ കാരണം. ഇന്നത്തെ ഒരു മന്ത്രിയുടെ പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ പേര് ഓർമ്മ വരും, വകുപ്പ് ഓർമ്മ വരില്ല. വകുപ്പ് ഓർമ്മ വന്നാൽ പേര് ഓർമ്മ വരില്ല. കാരണം അത്രയേ പ്രതിഭയുള്ളൂ. ഒരു പ്രതിഭയുമില്ല. കുറേ കാലം CPMനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിനകത്തും കുറേ രാഷ്ട്രീയ ഗോഗാവിളികളൊക്കെ നടത്തി, കുറേ രാഷ്ട്രീയ സമരങ്ങളൊക്കെ UDFനെതിരെ നടത്തി. അല്ലാതെ സ്വാതന്ത്ര്യ സമരമൊന്നും അല്ല കേട്ടോ. അങ്ങനെ അവർ ചില ആളുകൾക്ക് പ്രിയപ്പെട്ട ആളുകളായതുകൊണ്ട് അവർ മന്ത്രിമാരുമായി. അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളും പ്രത്യേകിച്ച് ദിഷണാശാലിയായ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്ന ആളുകളായതുകൊണ്ടല്ല അവർ മന്ത്രിമാരായത് എന്ന് ചുരുക്കം. അത് ഇടതുപക്ഷത്തെ കാര്യമാണ്. ഇനി UDFിലേക്ക് പോയാൽ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കോൺഗ്രസിനകത്ത് വലിയ വിള്ളലുകളുണ്ടായി. അതിപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് സതീശനും തമ്മിലുള്ള ചില ചക്കളത്തി പോരാട്ടത്തിലേക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വേറൊന്നുമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നത്തെ പിണറായി വിജയനെ മടുത്ത് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലെ ജനങ്ങൾ എന്ത് വില കൊടുത്തും UDFനെ അധികാരത്തിലെത്തിക്കുമെന്നും അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സുധാകരൻ വരരുത് എന്ന് സതീശൻ വരരുത് എന്ന് സുധാകരൻ, അതുകൊണ്ട് ചില ഗോഗാവളികളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പാർട്ടിയും പാർട്ടി പ്രവർത്തനവും നാടിൻ്റെ നന്മയുമൊന്നും അക്കൂട്ടരെ ബാധിക്കുന്ന വിഷയമേ അല്ല. പിന്നെ അവശേഷിക്കുന്ന കോൺഗ്രസിനകത്ത് താഴോട്ട് ജില്ലാ ഘടകങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഹ, അങ്ങനെയാണല്ലോ പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇത്രയും നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഞാൻ മനഃപൂർവ്വം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു നേതാവിനോട് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ നാട്ടിലെ ദുരന്തവും അനുഭവിക്കുന്ന കുറേയേറെ മനുഷ്യർക്കും അവരെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികളും കൂടി വേണ്ടിയാണ് ആ നേതാവിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മറ്റാരുമല്ല, UDFനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് 1995 മുതൽ നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കും ഒക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധിക്കപ്പുറം നിന്നുകൊണ്ട് നാട്ടിൽ ചില വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അതിനപ്പുറത്തേക്ക് ചില വികസന സ്വപ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട്, വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഈ ദുരിത മുഖത്ത് നിന്നുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ PK കുഞ്ഞാലിക്കുട്ടിയോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ശിരസാ വഹിച്ച് ആ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അത് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മറ്റ് ചില വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ വിഷയം 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ചില പദ്ധതികളാണ്. ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. ഏതാണ്ടൊക്കെ 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളിലൊക്കെ വന്ന 1-ാം പേജിൽ വന്ന വലിയൊരു പരസ്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. ആ പരസ്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ്. ആ പരസ്യം 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ
കേരളത്തിൽ പിറവിയെടുത്തു പിണറായി വിജയൻ്റെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരസ്യം. ഞാൻ മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാരാ സമൂഹവും ഓൺലൈൻ മാധ്യമ സമൂഹവും രാഷ്ട്രീയവും സാമൂഹ്യപരമായ കാര്യങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്ന ആളുകളും അങ്ങനെ ഒട്ടേറെ ആളുകൾ ആ 2 ലക്ഷം സംരംഭങ്ങൾ എവിടെയൊക്കെയാണ് കേരളത്തിൽ ഉണ്ടായത് എന്നറിയാൻ വേണ്ടി വലിയൊരു പരിശ്രമം നടത്തി. പക്ഷെ അവർക്ക് ആർക്കും അതൊന്നും കണ്ടെത്താൻ വേണ്ടി നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല. പഴയ കാലത്ത് ഏതൊക്കെ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നോ അതൊക്കെ കോവിഡിന് ശേഷം ഏതാണ്ട് 60% അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് പോയി. പിന്നീട് കുറേ പുതിയ സംരംഭങ്ങൾ വന്നു. അതായത് തട്ടുകട മുതൽ മുറുക്കാൻ കട മുതൽ പെട്ടിക്കട വരെയുള്ള ചില സംരംഭങ്ങൾ. അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സംരംഭം 10 പേർക്ക് ഒരുമിച്ച് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ഏതെങ്കിലും ഒരു സംരംഭം കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തുടങ്ങി വെക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവകാശപ്പെടാൻ പിണറായി വിജയനും ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സാധിക്കില്ല എന്നുള്ളത് 100% സത്യമാണ്. പക്ഷേ കള്ളങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ അടിമകളായി ജീവിക്കുന്ന കുറേ ആളുകൾ അത് വിശ്വസിക്കുന്നു. അവർ ഇംഗുല സിന്ദാബാദ് വിളിക്കുന്നു. അത്രയേ കാര്യമുള്ളൂ. പക്ഷെ ഞാനിവിടെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ആ പദ്ധതി തൃശ്ശൂർ ജില്ലയിൽ വടക്കഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അവിടെ 140ഓളം കുടുംബങ്ങൾക്ക് ഒരേ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ ഏതാണ്ട് 500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓരോ ഫ്ലാറ്റുകൾ, അങ്ങനെ 140ഓളം ഫ്ലാറ്റുകൾ ഒരു സമുച്ചയത്തിനുള്ളിൽ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. നമ്മുടെ സാധാരണ വീടില്ലാത്ത ആളുകൾക്ക് താഴെ തട്ടിലേക്ക് ഇന്ന് 4 ലക്ഷം രൂപയ്ക്ക് വീട് കൊടുക്കുന്നതിന് പകരം അവിടെ നടപ്പിലാക്കിയ ഒരു പദ്ധതി. ആ പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഈ ദുരിതമുഖത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ മന്ത്രിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പച്ച വെളിച്ചത്തിൽ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തെ ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങളും നടത്തി. അവിടെ ഇപ്പോൾ വടക്കഞ്ചേരി ചരൽപ്പാറ എന്ന സ്ഥലത്ത് ഏതാണ്ട് 2 ഏക്കറോളം ഭൂമിയിൽ ആ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മാണം ഏതാണ്ട് പാതി വഴിയിൽ മുടങ്ങി കാട് പിടിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അവസ്ഥ. അവിടെ വീടില്ലാത്ത ആളുകളൊക്കെ ആ വീടില്ലാത്തവരായി തന്നെ ജീവിക്കുന്നു. അതിൻ്റെ കാരണം, പരോക്ഷമായ കാരണം, ആ മണ്ഡലത്തിലെ MLA കോൺഗ്രസിൻ്റെ നേതാവ് അനിൽ അക്കര എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനായി പോയി എന്നുള്ളതാണ്. അനിൽ അക്കരയെക്കുറിച്ച് ആ നാട്ടുകാർക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം മോഷണം ഒരു തൊഴിലാക്കിയ രാഷ്ട്രീയ പ്രവർത്തകനല്ല അനിൽ അക്കരെ. അതുകൊണ്ട് മോഷണം നടക്കുന്ന ഇടങ്ങളിലൊക്കെ, ഖജനാവ് കട്ടുമുടിക്കുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സഞ്ചരിക്കുന്നു. അദ്ദേഹം നിയമപരമായ പോരാട്ടത്തിനൊരുങ്ങുന്നു. ഇപ്പോൾ തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പൊതു താൽപ്പര്യ ഹർജി എത്രയും വേഗം അത് നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള അഭ്യർത്ഥന ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയവുമാണ്. ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഈ വിഷയം നമ്മുടെ സ്വപ്ന സുരേഷും കുറെ കാലം ജയിലിൽ കിടന്ന നമ്മുടെ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനും അങ്ങനെ കുറേ ആളുകളുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും സ്വർണ്ണക്കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു വിഷയമായി അത് മാറിപ്പോയി. അതിന് കാരണം ഈ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിക്കാൻ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് UAE-യിലെ സന്നദ്ധ സംഘത്തിനോട് ആവശ്യപ്പെട്ടു. അതിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു അനിൽ അക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ച ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പോയത്. പക്ഷേ സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ വടക്കഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവ് ഈ നിമിഷവും നിലനിൽക്കുന്നുണ്ട്. അതിന് പണം അനുവദിച്ചാൽ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകാവുന്നതേ ഉള്ളൂ എന്ന് സാരം. പക്ഷേ തങ്ങളുടെ അഴിമതി കഥകളെ ചൂണ്ടിക്കാട്ടി കേരളീയ സമൂഹത്തിൽ പ്രകമ്പനം കൊള്ളിച്ച ചില കഥകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അഴിമതിക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ ശ്രമം നടത്തിയ പക്ഷം ആ പദ്ധതി വേണ്ട എന്നാണ് അത്രേ സർക്കാർ നിലപാട്. അപ്പോൾ ആർക്കു പോയി? വീടില്ലാത്ത 140 കുടുംബങ്ങൾ ഇപ്പോഴും പെരുവഴിയിലായി. ഇതൊരു ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതേ സമയത്താണ് കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഏതാണ്ട് ആ കാലഘട്ടത്തിലൊക്കെയാണ്. അവർക്ക് വീട് നഷ്ടപ്പെട്ടു. അവരുടെ കൃഷിയിടങ്ങൾ പോയി. ആ ജനതയെ സഹായിക്കാനും ഇന്ന് വയനാട് ദുരന്തത്തിലെ ഇതേ അവസ്ഥയിൽ എന്നതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടവും സിന്ദാബാദ് വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ തകർക്കപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് ഒരു വീട് വെക്കാനിടയാക്കിയത് പണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടി എന്ന ആ പച്ചയായ രാഷ്ട്രീയ നേതാവിൻ്റെയും നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത്
പിണറായി വിജയനും സംഘവും പിണറായി വിജയനും സംഘത്തിനും സ്തുതിഗീതം പാടുന്ന ആളുകൾ ഈ അവസരത്തിലൊന്ന് ഓർക്കണം എന്നുള്ളത് കൂടി ഈ ഉള്ളവൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അവിടെ കവളപ്പാറയ്ക്കടുത്ത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി 3 ഏക്കർ സ്ഥലം വില കൊടുത്ത് വാങ്ങി. ആ സ്ഥലം 5 സെൻറ്റ് വീതം വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ദാനമായി ആധാരമായി നൽകി. അവർക്കതിൽ വീട് നിർമ്മിച്ചു കൊടുത്തു. ഓരോ വീട്ടിലേക്കും അവരവർക്ക് സഞ്ചരിക്കാൻ പ്രത്യേക വഴികളും നിർമ്മിച്ചു കൊടുത്തു. അതിനു പുറമെ മമ്പുറം ഭാഗത്ത് 32 സെൻറ്റ് സ്ഥലം ഇതേ ആവശ്യത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സ്ഥിതിയാണ്. അപ്പോൾ കവളപ്പാറയിൽ വെച്ചു കൊടുത്ത 49 കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുത്ത കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്ത ആ മനോഹര സൗധം ഇന്നത്തെ ആധുനിക കേരളത്തിൽ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മനോഹരമായൊരു കാഴ്ചയാണ്. ആ കാഴ്ച ആദ്യാവസാനം കാണേണ്ടത് പിണറായി വിജയന് സ്തുതിഗീതം പാടുന്ന ആളുകളുമാണ്. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ കവളപ്പാറയിൽ ഭൂമിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഏത് അർത്ഥത്തിലുള്ള സഹായമാണ് നൽകിയത്? അത് ഒന്ന് ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ഞാൻ അവരോട് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. പൊതുസമൂഹം അത് കേൾക്കട്ടെ. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 100 വീടുകൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലപ്പുറത്തേക്ക് വീടുകളോ തൊഴിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംരക്ഷണമോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ നിലവാരത്തിൽ കാര്യങ്ങൾ ചെയ്യാനും തങ്ങൾ തയ്യാറാണ് എന്ന് ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു മഹത്വമുണ്ട്. നിസ്വാർത്ഥമായ സേവനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അദ്ദേഹത്തോട് അണിചേർന്നുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന രീതിയിൽ ഏതു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നിർലോഭം ചെയ്തു കൊടുക്കാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി എന്ന ആ പച്ചയായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ദുരന്ത കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ദുരന്തം മാത്രം നേരിടുന്ന ഈ കേരളീയ സമൂഹത്തിന് ഇനി വരാനുള്ള 2026 ശേഷമുള്ള പുതിയൊരു കാലഘട്ടത്തിലെങ്കിലും മനോഹരമായ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ പൂവണിയാനും ആശിക്കുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായി മാറുന്ന ഒരു ഘട്ടമാണ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊന്നും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയൊന്നും കേരളത്തിലെ പുതിയ സമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് വിശ്വാസമില്ലാതായി പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ പുതിയ സമൂഹവും പുതിയ തലമുറയും എല്ലാം മുസ്ലിം ലീഗിലേക്ക് അണിചേരാൻ പോവുകയാണ്, അവരുടെ രാഷ്ട്രീയം മുസ്ലിം ലീഗിലേക്ക് പോവുകയാണ് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ അഴിമതിയില്ലാതെ നടത്തുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വളരെ പ്രതീക്ഷയോട് കാണുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPM-കാരുണ്ട്, CPI-ക്കാരുണ്ട്, ഇതിലേറെ മറുഭാഗത്ത് നിൽക്കുന്ന BJP-ക്കാർ വരെയുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ സേവനമാണ്. അതിൽ കള്ളവും ചതിയും പാടില്ല. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്. അന്യൻ്റെ മുതലെടുത്ത് സ്വന്തം വീട്ടിലെ കുട്ടികൾക്കൊരു നിക്കർ പോലും വാങ്ങിക്കൊടുക്കരുത് എന്നുള്ള ഒരു തത്വശാസ്ത്രം. അങ്ങനെ ഒരു തത്വശാസ്ത്രം മുറുകെ പിടിക്കുന്ന നേതൃതലത്തിലുള്ള ആളുകളായതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുന്നതും അത് അക്ഷരം പ്രതി പാലിക്കാൻ വേണ്ടി സാധിക്കുന്നതും. അതായത് മുസ്ലിം ലീഗിൽ രാഷ്ട്രീയ തൊഴിലാളികളില്ല. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരൊക്കെ ഓരോ തരം തൊഴിൽ മേഖലകളിൽ വ്യാപൃതരായി അതിൽ നിന്ന് വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൽ മത്സ്യക്കച്ചവടക്കാരുണ്ട്, ഹോട്ടൽ മേഖലയിലെ വ്യാപാരികളും ഹോട്ടൽ തൊഴിലാളികളുമുണ്ട്, ഓട്ടോറിക്ഷ മുതൽ മറ്റു വലിയ വാഹനങ്ങൾ വരെ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, ചുമട്ട് തൊഴിലാളികളുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും നിയോജക മണ്ഡലം കമ്മിറ്റിയിലും ഒക്കെ നേതാക്കൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ എനിക്ക് നേരിട്ടറിയാം. അവരൊക്കെ അവരുടെ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർ രാഷ്ട്രീയ തൊഴിലാളികളല്ല. നേരെ മറുഭാഗത്ത് സംസ്ഥാനം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായ ആളുകൾ അവരെന്തുകൊണ്ടാണ് നിരന്തരം അഴിമതി ആരോപണങ്ങളുടെയും അഴിമതി കറകളുടെയും പശ്ചാത്തലത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ തൊഴിലില്ല, വരുമാനമില്ല. ഉടുക്കുന്ന മുണ്ടിനും ധരിക്കുന്ന ഷർട്ടിനും എളിയിൽ തിരുകുന്ന തൂവാലക്കും വരെ അന്യൻ്റെ പോക്കറ്റിലെ കാശ് ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ തൊഴിൽ ജീവിതം അവരങ്ങനെ ആയി തീർന്നു പോയതാണ്, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കി തീർത്തതാണ്. അവരിൽ പലർക്കും തൊഴിലില്ല, ആവശ്യത്തിന് വരുമാനമില്ല. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ വരുമാനം അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള അത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവിക അഴിമതിയുടെ പിന്നാലെ പോകും എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവരുടെ ഒരു മുഖ്യമന്ത്രിയെ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന് വിശ്വാസമില്ലാതായി പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണക്കാർ
താഴെ തട്ടിലുള്ള നേതാക്കൾ മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഏറ്റവും ഒടുവിലായി PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, വയനാട്ടിൽ ഇന്ന് സംഭവിച്ചിരുന്ന ആ മഹാദുരന്തം, ഒരുപക്ഷെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയേറെ വലിയൊരു മഹാദുരന്തം കണ്ടു കാണും എന്നെനിക്ക് അഭിപ്രായമില്ല. അത്രയേറെ വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം മലയാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ സംഭവം കഴിഞ്ഞ് ഇന്നേക്ക് 10 നാൾ പിന്നിടുമ്പോഴും ആ ദുരന്തമുഖത്തു നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളെ വീണ്ടും എങ്ങനെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാം എന്നുള്ള ഒരു കടലാസ് വർക്ക് പോലും ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശോചനീയമായൊരു വസ്തുതയായി അവശേഷിക്കുകയാണ്. ഒരു പ്രതീക്ഷയും ഇക്കാര്യത്തിൽ ആരും വെച്ചു പുലർത്തുന്നില്ല എന്നുള്ളത് വളരെ പച്ചയായൊരു യാഥാർത്ഥ്യമാണ്. ആ കണ്ണീർ ഒപ്പുവാൻ ഇന്ന് നാം കാണുന്ന കേരളീയ സമൂഹത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയോടെ അവിടെ പെരുമാറാൻ കഴിയുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എന്നുള്ളത് കൊണ്ടാണ് അവരെ സഹായിക്കാൻ വലിയൊരു കർമ്മ പദ്ധതി കവളപ്പാറയിലേതുപോലെ അവിടെ ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന താങ്കൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ കണ്ണീർ കടലിലായ ആ ആളുകളെ സഹായിക്കണം എന്ന് തോന്നുന്നവർ, സഹായിക്കാൻ കെൽപ്പുള്ളവർ മുസ്ലിം ലീഗിൻ്റെ ആ കർമ്മ പദ്ധതിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു.